ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് റവ ദോശയും എളുപ്പത്തിലൊരു തേങ്ങ ചമ്മന്തിയും ചെയ്ത് നോക്കാം. ഇത് നല്ല ടേസ്റ്റാണ്, കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള റവ ദോശയും ഈസി ആയിട്ടുള്ളൊരു തേങ്ങ ചട്നിയും എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഞാനിവിടെ തേങ്ങ ചമ്മന്തിക്കും റവ ദോശയ്ക്കുമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ പീസ് ഇഞ്ചിയും 1 തണ്ട് കരിയാപ്പിലയും 2 ചെറിയുള്ളിയും 1 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. കാഷ്നട്ട് ഒരു 8 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് ഞാനൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഒരു 2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് അതിൽ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ താളിക്കാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന 3-4 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. 1 തണ്ട് കരിയാപ്പിലയും കൂടി ഇട്ട് ചെറുതായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒന്നെങ്കിൽ ഇത് വഴറ്റിയ ശേഷം നിങ്ങൾക്ക് ചമ്മന്തിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയും ചെയ്ത് കൊടുക്കാം. അപ്പം ഇതൊന്ന് വഴന്ന് വന്നു കഴിയുമ്പം തീ ഒന്ന് സിമ്മേലാക്കി വെച്ച് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ചമ്മന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ചിലർക്ക് നല്ല ലൂസായിട്ടുള്ള ചമ്മന്തി ആയിരിക്കും ഇഷ്ടം. ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്കത് ലൂസാക്കി എടുക്കാം. ഇതിൽ ആവശ്യത്തിന് വെള്ളവും ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുകൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റവ ദോശയുടെ ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പോളം റവയും 1/2 കപ്പ് അരിപ്പൊടിയും 3 ടേബിൾ സ്പൂണോളം മൈദമാവും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന 2 പച്ചമുളക്, 1/2 സവോള, 1/2 ക്യാരറ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ പീസ് ഇഞ്ചിയും 1/2 ടീസ്പൂണോളം ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് കരിയാപ്പില 1 തണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3-4 ടേബിൾ സ്പൂണോളം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ റവ ദോശയുടെ ബാറ്റർ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലുള്ളതാണ്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന പൊടിയുടെയൊക്കെ ഒരു ഡബിൾ എമൗണ്ടോളം ഓൾമോസ്റ്റ് നമുക്കിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ അന്നേരം 2 കപ്പോളം വെള്ളം ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതോടെ ചേർത്ത് 20-30 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ വെള്ളം എല്ലാം ചേർത്ത് കഴിഞ്ഞ് ഉപ്പ് ഒന്നുകൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി പാൻ നന്നായിട്ട് ചൂടാക്കണം. നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഇതുപോലെ നമുക്ക് ഒരു പാത്രത്തിൽ ഇത് കോരി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എടുക്കുന്നതിന് മുമ്പ് ഈ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ബാറ്റർ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചതിന് ശേഷം തീ ഒന്ന് ലോ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യാനായിട്ട് വിടണം. മുകൾ വശമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ലോ മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഇത് നന്നായിട്ട് കുക്ക് ആയിക്കോളും. ഈ ദോശ തിരിച്ചിട്ട് കുക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്നാലും നിങ്ങളുടെ കൺവീനിയൻറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കോരി ഒഴിക്കുന്ന പരിപാടിയാണ്. വളരെ ഫണ്ണാണ് ഇത് ചെയ്യാനായിട്ട്. ഇതുപോലെ ഞാൻ എല്ലാ ദോശയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള റവ ദോശയും ഈസി ആയിട്ടുള്ളൊരു കോക്കനട്ട് ചട്നിയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.